ക്രിസ്തുവിന്റെ അമ്മയായ കന്യകാമറിയത്തിന്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിതം പ്രതിപാദിക്കുന്ന മേരി എന്ന നെറ്റ്ഫ്ലിക്സ് ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഡിസംബർ 6 നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്ത ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് DJ കരുസോയാണ്. എന്നാൽ സിനിമയിൽ കാണിച്ചിരിക്കുന്ന മേരിയുടെ ജീവിതകഥ ബൈബിളിനോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് എന്നതാണ് സംസാര വിഷയം. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച മറിയത്തെ ബൈബിളിലെ ആത്മീയതയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ത്രില്ലർ പരിവേഷത്തിൽ കാണിച്ചുവെന്ന ആരോപണം ക്രൈസ്തവ സമൂഹത്തിലെ മതപണ്ഡിതരിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസാധാരണയായ സ്ത്രീയാണ് മേരി. എന്നിട്ടും അവളുടെ കഥ ബൈബിളിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. അതിൽ നിന്നും കാണുന്നവർക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ സ്വർഗാരോഹണത്തിന് മുൻപുള്ള മറിയത്തെ ഏറ്റവും മാനുഷികവും ആപേക്ഷികവുമായ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് താൻ ശ്രമിച്ചതെന്ന് സംവിധായകൻ DJ കരുസോ ചിത്രത്തെക്കുറിച്ച് പറയുന്നു. മറിയത്തെ ഒരു വിശുദ്ധയായി മാത്രമല്ല, നമുക്കെല്ലാവർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളായി ചിത്രീകരിക്കുക, അതായിരുന്നു തന്റെ ലക്ഷ്യം. മറിയത്തിൽ നിന്നും ആവശ്യപ്പെടുന്ന ദൈവിക പ്രീതിക്കിടയിലും അവളിലെ ഒരു സ്ത്രീ എങ്ങനെയായിരുന്നുവെന്നാണ് സിനിമ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് മതപണ്ഡിതർക്കിടയിൽ ഇപ്പോൾ വലിയ വിമർശനത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. കലയിൽ കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതിനോട് പൊരുത്തപ്പെടാതിരിക്കുന്നതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലേക്ക് ഇസ്രായേലിൽ നിന്നുള്ളവരെ തെരഞ്ഞെടുത്തത് അസ്വാരസ്യങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട്. ഡെൻവർ സർവകലാശാലയിലെ ക്രിസ്ത്യാനിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ക്രിസ്റ്റി കോപ്പ് പറയുന്നത്, ബൈബിളിൽ മേരിയെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമയിലെ മേരിയുടെ കഥാപാത്രം പുതിയ നിയമത്തിലെ മത്തായിയുടെയും ലൂക്കയുടെയും സുവിശേഷവും ജെയിംസിന്റെ പ്രോട്ടോ ഗോസ്പൽ എന്ന ആദ്യകാല ക്രിസ്ത്യൻ ഗ്രന്ഥവും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ തന്നെ സിനിമയിലെ മേരി സാധാരണയായി ചിത്രീകരിക്കപ്പെടുന്നതിനേക്കാൾ വിപ്ലവകാരിയായിട്ടാണ് കാണപ്പെടുന്നത്. എങ്കിലും ചിത്രത്തിൽ ചില ചരിത്രപരമായ പോരായ്മകളുള്ളതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, ജോസഫും മേരിയും തമ്മിലുള്ള ബന്ധമാണ്. മേരിയെ കണ്ട ഉടനെ അവളിൽ ആകൃഷ്ടനായ ജോസഫ് എന്തു വില കൊടുത്തും മേരിയെ നേടാൻ ആഗ്രഹിക്കുന്നതാണ് സിനിമയിലുള്ളത്. എന്നാൽ ബൈബിളിൽ മറിയത്തെ ഉപേക്ഷിക്കാൻ പദ്ധതിയിടുന്ന ജോസഫിനെ കാണാം. കാരണം അക്കാലത്ത് വിവാഹമോചനം സാധാരണമായിരുന്നുവെന്ന് കോപ്പ് ചൂണ്ടിക്കാട്ടുന്നു. പക്ഷെ സിനിമയുടെ നിർമ്മാതാവായ മേരി അലോ പറയുന്നത്, കഥയുടെ ആധികാരികത ഉറപ്പാക്കാൻ തങ്ങൾ ഒരു കൂട്ടം മതനേതാക്കളെ സിനിമയുടെ സ്ക്രിപ്റ്റ് കാട്ടുകയും അംഗീകാരം മേടിച്ചുവെന്നുമാണ്. എന്നാൽ IMDbയിൽ ബൈബിൾ കൺസൾട്ടന്റായി ആദം W. ഷിൻഡ്ലർ എന്ന ഒരാളെ മാത്രമേ പട്ടികപ്പെടുത്തിയിട്ടുള്ളൂ. മതനേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന വിയോജിപ്പ് യേശുവിന്റെ ജനന സമയത്ത് മറിയത്തിന്റെ പ്രസവ വേദന കാട്ടുന്ന ദൃശ്യങ്ങളാണ്. ഇത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതുമായി പൊരുത്തപ്പെടുന്നില്ല. കാരണം ഉത്ഭവ പാപമില്ലാത്ത സ്ത്രീയാണ് മറിയം. അതിനാൽ തന്നെ അവളുടെ വിശുദ്ധിയുടെ അടയാളമായി ഇത്തരം വേദനകളിൽ നിന്ന് മറിയം ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാണ് വിശ്വാസം. അതേസമയം മേരിയുടെ മാനുഷിക വശത്തെ ചിത്രീകരിക്കുന്നതിനാണ് താൻ ഈ രംഗങ്ങൾ ചേർത്തതെന്ന് സംവിധായകൻ അവകാശപ്പെടുന്നു. അന്നത്തെ കാലത്ത് സ്ത്രീകളിൽ 1/3 പ്രസവ സമയത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. ഈ യാഥാർത്ഥ്യം കണക്കിലെടുക്കുമ്പോൾ മറിയവും അന്ന് പല ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാമെന്ന് സംവിധായകൻ പറയുന്നു. ഇനി സിനിമയുടെ കഥാപാത്ര തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച വിയോജിപ്പുകൾ പരിശോധിച്ചാൽ അതിങ്ങനെയാണ്. നോവ കോഹൻ എന്ന ജൂത ഇസ്രായേലി സ്ത്രീയാണ് ചിത്രത്തിൽ മേരിയായി വേഷമിടുന്നത്. ജോസഫായി വരുന്നതും ഇസ്രായേലിൽ നിന്ന് തന്നെയുള്ള ഇഡോ ടാക്കോ എന്ന അഭിനേതാവാണ്. ഇവരെ കൂടാതെ സിനിമയിലെ മറ്റ് നിരവധി അഭിനേതാക്കളും ഇസ്രായേലികളാണ്. എന്നാൽ യഥാർത്ഥ മറിയം ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു യഹൂദ സ്ത്രീയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ മേരിയുടെ ജനന സമയത്ത് ഗലീലി എന്നത് പുരാതന പലസ്തീനിലെ ഒരു പ്രദേശമായിരുന്നു. ഇന്ന് ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്കൻ ഇസ്രായേലിലുമാണ്. ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സിനിമയിൽ ഒരു അറബ് പലസ്തീൻ നടിയായിരുന്നു മേരിയെ അവതരിപ്പിക്കേണ്ടത് എന്നാണ് വിമർശകർ എടുത്തുകാട്ടുന്നത്. അതേസമയം ആധികാരികത ഉറപ്പാക്കാൻ മേരിയെയും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെയും
ഇസ്രായേലിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കേണ്ടത് തങ്ങളുടെ ആവശ്യമായിരുന്നുവെന്ന് വിഷയത്തിൽ സംവിധായകൻ പ്രതികരിക്കുന്നു. സിനിമയ്ക്കായി ഏറ്റവും അനുയോജ്യമായ ഒരു ജൂത നടിയെ കിട്ടിയത് വലിയ കാര്യമാണ്. അതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല. അവരുടെ അഭിനയ മികവിനെയാണ് ആഘോഷിക്കേണ്ടത്, കരുസോ പറഞ്ഞു. മാത്രമല്ല, സിനിമയുടെ ആശയം സ്നേഹം പ്രചരിപ്പിക്കുക എന്നതാണ്. കലയിൽ എല്ലാവരും ഐക്യപ്പെടും, അത് ആരെയും വേർതിരിക്കില്ല. വിവാദങ്ങളും വിമർശനങ്ങളും ഏറെയുണ്ടെങ്കിലും ഈ ക്രിസ്മസ് കാലത്ത് തന്നെ ചിത്രം പ്ലാറ്റ്ഫോമിൽ വന്നതോടെ ഏറ്റവും കൂടുതൽ സമയം നെറ്റ്ഫ്ലിക്സിന്റെ ടോപ്പ് 10-ൽ ഇടം നേടിയ ചിത്രം എന്ന ബഹുമതി കൂടി മേരി കൈവരിച്ചിട്ടുണ്ട്.